ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനിടെ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാം കോവയ്ക്ക ഉണ്ടാവും. കഴുകി നല്ല വൃത്തിയാക്കി. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഒരു കോവയ്ക്ക എടുത്ത് ഇതേപോലെ നീളത്തിൽ, അതായത് ഒരു 6 പീസാക്കി വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ കട്ട് ചെയ്യുക. അപ്പോൾ കോവയ്ക്ക എല്ലാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ട നല്ലൊരു മസാല കൂട്ടാണ്. അതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, 1/4 സ്പൂണിലധികം ഗരം മസാല, 1/2 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു മുറി ചെറുനാരങ്ങയുടെ നീര്, ജിഞ്ചർ ഗാർലിക് ചതച്ചത് 1/2 സ്പൂണ്, പിന്നെ ഒരു 1/4 സ്പൂണിലധികം ചെറിയ ജീരകം ചതച്ചതാണ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ആ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ചെറിയ ജീരകം ചതച്ചതെല്ലാം ചേർക്കുന്ന സമയത്ത് നല്ലൊരു രുചി ഉണ്ടാവും. കുറേശ്ശെ വെള്ളം ഒഴിച്ചതൊന്ന് നമ്മൾ വളരെ ടൈറ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോവയ്ക്ക് കിട്ടിയ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ ഞാനത് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ടത് മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം പൊടികളൊക്കെ ഒന്ന് ശരിക്കും മിക്സായി വരാനാണ്. ഉപ്പ് ഒരല്പം കുറവുണ്ടായിരുന്നു. ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഈ സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ ചീനച്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ വേറൊരു ബൗളെടുത്തു. അതിലേക്ക് കുറച്ച് കോവയ്ക്ക പീസ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം ഈ മസാല കുറേശ്ശെ അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കോവയ്ക്ക ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, അതൊന്ന് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചെയ്യുക. കുറേശ്ശെ ഇട്ട് നല്ലതുപോലെ അതിലേക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളത് വറുത്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേപോലെ ഓരോന്നോരോന്നേ വിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്. കോവയ്ക്ക പീസെല്ലാം ഇട്ടതിന് ശേഷം ഒന്നുകൂടി അതിൻ്റെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക. എന്നിട്ട് അടിഭാഗം ശരിക്കൊന്ന് മൊരിഞ്ഞതിന് ശേഷം അത് തിരിച്ചും മറിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമുക്കറിയാലോ, കോവയ്ക്കൻ്റെ ഉള്ളിൽ നല്ലപോലെ കുരുവുണ്ടാവും, പുറത്ത് നല്ല തൊലി നല്ല വഴുവഴുപ്പായിട്ടുണ്ടാവും. അപ്പോൾ മസാലക്കൂട്ട് ഇതേപോലെ തന്നെ ചെയ്താലാണ് ഒരുവിധമെങ്കിലും ശരിക്കും ചേർന്ന് പിടിക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ അരിപ്പൊടിയും ചേർത്തത്. തിരിച്ചും മറിച്ചിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം പൊരിച്ചെടുത്തു. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഊണ് കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഒരുപാട് സമയം ഉണ്ടാക്കി വെച്ചാൽ അത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വീണ്ടും ഞാൻ അതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കോവയ്ക്ക കിട്ടിയാൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കോവയ്ക്കെല്ലാം അതേപോലെ തന്നെ വറുത്തെടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ അടിപൊളി കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയായി. ഇന്ന് നമുക്ക് ചോറ്, കോവയ്ക്ക ഫ്രൈയും തൈരുമാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്